ഒരുപാട് സന്തോഷം. ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം എല്ലാവരും മികച്ചതായിട്ടാണ് എല്ലാവരും പെർഫോം ചെയ്തത്. അപ്പോൾ ഒട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്ന്. വളരെ സന്തോഷം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അന്ന് ഭാഗ്യത്തിന് യേശുദാസ് സാറാണ് നേരിട്ട് അമേരിക്കയിൽ നിന്ന് ക്ലാസ് എടുത്തത്. നീർമണി നനവുകൾ മായ്ച്ചിടുവാൻ വരുമോ. ഗ്രൂപ്പായിട്ട് എന്റെ അടുത്തോട്ട് വരും, ഒരു പാട്ട് പാടും ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട്സ് എല്ലാം കൂടി. നിറങ്ങൾ വരുമോ, സ്വരങ്ങൾ വരുമോ, മഴയുടെ ശ്രുതി തരുമോ. വെൽക്കം ടു MC ഡിജിറ്റൽ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് അമൃത TVയിലെ സൂപ്പർ സ്റ്റാർ ജൂനിയർ എന്ന റിയാലിറ്റി ഷോയിലെ ടൈറ്റിൽ വിന്നറായ ബദ്രി വിശ്വനാഥാണ്. ബദ്രി വിശ്വനാഥ് ടൈറ്റിൽ വിന്നർ മാത്രമല്ല, 13-ാം വയസ്സിൽ തന്നെ 2 പാട്ട് സ്വന്തമായി കമ്പോസ് ചെയ്യും. അതിൻ്റെ ഓർക്കസ്ട്രേഷൻ, സിംഗിങ്, പിന്നെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി എല്ലാം ഈ കൊച്ചു മിടുക്കൻ തന്നെയാണ്. നമുക്ക് വെൽക്കം ചെയ്യാം ദ വെരി മൾട്ടി ടാലന്റഡ് ബദ്രി വിശ്വനാഥ്. വെൽക്കം ബദ്രി. ആദ്യമായി കൺഗ്രാറ്റ്സ് ഫ്രം ഓൾ ഓഫ് അസ്. ഒരു ചെറിയൊരു മധുരം. ഓക്കെ, അപ്പൊ അങ്ങനെ ടൈറ്റിൽ വിന്നറായിട്ട് ഇങ്ങനെ ആ സന്തോഷം, എക്സൈറ്റ്മെന്റ് മുഖത്ത് കാണുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും പ്രതികരണം ഒക്കെ? കോളേജിൽ സ്കൂളിലല്ലേ പഠിക്കുന്നത്? ഇപ്പൊ 10th എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടുകാരുടെയും നാട്ടുകാരുടെയും? നാട് ഇപ്പൊ കാസർഗോഡാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്. ശരിക്കും അച്ഛൻ്റെ അമ്മയുടെ നാട് ആലപ്പുഴ, ചെങ്ങന്നൂരാണ് സ്ഥലം. ഇപ്പൊ നമ്മള് കാസർഗോഡ് നീലേശ്വരം. എല്ലാരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ? വളരെ വളരെ ഹാപ്പി. ആ ടൈറ്റിൽ വിന്നർ എന്ന് പറയുമ്പോ ആ ഒരു സമയത്തുള്ള മൊമെന്റ് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷമായിരുന്നു ആ സമയത്ത്. കാരണം അത്രയും എന്തായാലും ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരിക്കും, ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് കിട്ടിയത്. അപ്പോ ശരത് സാറിന്റെ മുമ്പില് ശരത് സാർ കമ്പോസ് ചെയ്ത പാട്ട് തന്നെ പാടാൻ പറ്റിയ ഫിനാലേക്ക് അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എനിക്ക് തോന്നുന്നു ഫിനാലേക്ക് കേറാന്ന് പറയുമ്പോ നമ്മൾ ഹാഫ് വിന്നർ ആയി, എല്ലാരും ഹാഫ് വിന്നർ ആയി. പിന്നെ ഒരു ലാസ്റ്റ് മിനിറ്റിന്റെ ഒരു ദൈവത്തിന്റെ ഒരു 5 മിനിറ്റിന്റെ ഒരു ദൈവത്തിന്റെ ഒരു ലക്കും കൂടിയാണ്. ആ സമയത്ത് എന്തായിരുന്നു, എനിക്ക് കിട്ടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ പ്രതീക്ഷയില്ല. കാരണം ഈ ഫൈനലിസ്റ്റ് ആയ 5 പേരും അത്രയേറെ നന്നായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പൊ അതിലൊരു തർക്കമില്ല, അവര് നന്നായിട്ട് പാടും. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ടൈറ്റിൽ വിന്നർ ആവുമെന്നും പ്രതീക്ഷയില്ല. എന്തായാലും ആ 5 മിനിറ്റ് നമ്മൾ മെമ്മറബിൾ ആക്കുക, അല്ലെ വൃത്തിക്ക് പാടാൻ പറ്റുക, നമ്മുടെ പ്രേക്ഷകർക്ക് അത്രയും പാട്ടുകൾ ഇഷ്ടപ്പെടണം, അങ്ങനെ രീതിയിൽ ഞാൻ പാടില്ല. അപ്പൊ ടൈറ്റിൽ വിന്നർ ആവണം എന്ന ചിന്തയിൽ ഞാനിതുവരെ പാടിയില്ലായിരുന്നു. അതാണ് പാട്ട് കാണുമ്പോൾ മനസ്സിലാവും ലാസ്റ്റിലത്തെ 2 പാട്ട്. കാരണം ടെൻഷൻ ഫ്രീ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ആ റൗണ്ടിൽ, ഫിനാലെ റൗണ്ടിൽ ഒരു ഫാസ്റ്റും മെലഡി പിന്നെ സെമി ക്ലാസിക്കലാണ് ഇപ്പൊ ശരത് സാറിന്റെ ഈ പാട്ട്. ആ പാട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? അത് കാരണം ഞാന് ഈ അമൃത TVയുടെ റിയാലിറ്റി ഷോയ്ക്ക് മുമ്പ് ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പൊ അതില് ഫിനാലേക്ക് ഒരു ചേച്ചി പാടിയിരുന്നു ഈ പാട്ട്. അപ്പൊ അന്ന് മുതൽ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഒരു 13 മിനിറ്റ് പാട്ടല്ലേ, അപ്പൊ ഒരു സാധകം കൂടിയാണ്. അപ്പൊ അത് അന്ന് മുതലേ കേൾക്കുന്നുണ്ട്. പിന്നെ ഈ പാട്ട് ഫിനാലേക്ക് കിട്ടിയതിന് ശേഷമാണ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ പിന്നെ അന്ന് മുതൽക്കുള്ള ആഗ്രഹമാണ് എവിടെയെങ്കിലും പാടണം എന്നുണ്ടായിരുന്നു. പിന്നെ ശരത് സാറിന് മുമ്പിലല്ലേ, അപ്പൊ ശരത് സാറിന് മുമ്പിൽ പാടാന്ന് വെച്ചാൽ വലിയൊരു കാര്യമാണ്. അതെ, ഭയങ്കര വലിയ ഭാഗ്യമാണ്. അപ്പോ ഞാൻ പിന്നെ അത്ര മൂലം കേൾക്കുന്നില്ല. അപ്പൊ ഒരു കോൺഫിഡൻസിൽ ഞാൻ കൊടുത്തു. അപ്പൊ പിന്നെ കെട്ടി എന്നെ പഠിച്ചു. ശരത് സാറ് ഹാപ്പി, ഈ കപ്പ് ഇവൻ എന്നെ കിട്ടട്ടെ എന്ന്. ഇപ്പൊ ഒരു 1 ഇയർ ജേണി അല്ലേ അത്? നല്ല സംഭവ ബഹുലമായൊരു. അതെ, എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ അതിൽ മിസ് ചെയ്യാണ്ടാവും അല്ലേ? ഇപ്പൊ ലൈഫ് തന്നെ ചേഞ്ച് ആയി. കാരണം അത് രാവിലെ എണീക്കുക, റിഹേഴ്സലിന് പോവാ, അതല്ലേ? ഇപ്പൊ കുറച്ച് റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും അല്ലെ? ടെൻഷൻസ് ഒക്കെ ഒന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാന് സൂപ്പർ സ്റ്റാറിൽ വരുന്നതിന് മുമ്പ് ക്ലാസിക്കല് മാത്രം പാടിക്കൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. അപ്പൊ അതിന് ശേഷം കിട്ടിയതിന് ശേഷം പുതിയ ജോണറിലുള്ള ടൈപ്പുകൾ പാട്ടുകൾ പാടാൻ പറ്റി. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള റൗണ്ട്സ് ആയിരുന്നു. അങ്ങനെ വേറൊരു റിയാലിറ്റി ഷോയിലും അങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലുള്ള റൗണ്ട്സ് ആയിരുന്നു. അതായത് രാഗ ബേസ്ഡ്, സ്വരം, ചലഞ്ച്, അങ്ങനത്തെ കുറെ ചലഞ്ച് റൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ലൊരു വേഴ്സിറ്റാലിറ്റി, എനിക്ക് വേഴ്സിറ്റാലിറ്റി കാണിക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള റൗണ്ട്സ് ആയിരുന്നു. അപ്പോൾ
പാട്ട് മാത്രല്ല അതിന്റെ കൂടെ ആക്ടിങ്ങും അതായത് പറയാൻ മറന്നുപോയി. സാധാരണ ഡാൻസും പാട്ടും മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരാളിന് അതിനുശേഷം ഒരു മനോജ് കെ സാറിന് മുമ്പിൽ തന്നെ സാർ അഭിനയിച്ചൊരു സീന് അഭിനയിച്ച് സാറിന്റെ വളരെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടത് മറ്റേ മുല്ലപ്പൂ പല്ലിലോ സോറി ഡാൻസ് സാറും ജയഭാരതിയും കൂടെ ഉള്ളത്. ആ ചിരിയും ആ ചാട്ടമൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു മധുര കിനാവിനുള്ള ആ പാട്ടിലും ആ കോസ്റ്റ്യൂം ഭയങ്കര രസമായിരുന്നു. അപ്പൊ ശരത് സാറിന്റെ ഒരു ഡയലോഗ് എനിക്ക് ഓർമ്മയുണ്ട്, നിന്നെ കാണുമ്പോ എനിക്ക് പോയിട്ട് പണയം വെക്കാൻ തോന്നുന്നു. അപ്പൊ ഈ കോസ്റ്റ്യൂം സെലക്ഷൻ ഒക്കെ എങ്ങനെയാ? കോസ്റ്റ്യൂം നമ്മുടെ ഭാഗത്തുനിന്ന് എന്തായാലും പാട്ടിന് യോജിച്ച രീതിയിൽ എടുക്കാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ അത്രയും അതുപോലെ വേണമെന്ന് പറയുമ്പോൾ നമ്മളെ ചാനലിൽ പറയും ഇതുപോലെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടുത്തെ കോസ്റ്റ്യൂം ചേട്ടൻ ദേവകുമാർ അങ്കിളാണ് ചെയ്തു തരുന്നത് ഓരോ പ്രോഗ്രാമിന്റെയും ഓരോ പാട്ടിന് ഓരോ അങ്ങനെ. ഇത് ഫുൾ ഒരു ഗോൾഡൻ കളർ. അതെ, അന്ന് ആ ഒരു പാട്ടിലാണ് ഫുൾ ഡാൻസ് കളിച്ച് പാടിയത്. ആ പാട്ട് മുതലാണ്. എനിക്ക് തോന്നുന്നു ഓരോ റൗണ്ട്സും പ്രസന്റ് ചെയ്യുന്ന രീതി ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് മോനത് ഓരോ പെർഫോമൻസും ചെയ്തുകൊണ്ടിരുന്നത്. അത് ഗ്രൂമിങ്ങിന് ഭയങ്കര ഒരു അല്ലേ? ഗ്രൂമേഴ്സ് ആരൊക്കെയായിരുന്നു? രൂപേഷ് മാഷും രജി ടീച്ചറായിരുന്നു. അവര് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്തു. അവരായിരുന്നു ഗ്രൂമേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫിനാലെ അതായത് റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടി എനിക്ക് പേഴ്സണലായിട്ടൊരു സാറുണ്ടായിരുന്നു, സുനിൽ പള്ളിപ്പുറം എന്ന് പറഞ്ഞ സാറ്. ആ സാറായിരുന്നു എനിക്ക് റിയാലിറ്റി ഷോയിൽ വേണ്ടി പാട്ടുകൂടെ പഠിപ്പിച്ചത്. പിന്നെ ക്ലാസിക്കല് പഠിക്കുന്നത് രമേശ് നാരായണൻ സാർ ഇപ്പൊ പഠിക്കുന്നത് ഓൺലൈനായിട്ട്. ഡാൻസ് മോൻ എങ്ങനെയാ അവിടെ ആരെ പഠിപ്പിച്ചെന്നായിരുന്നു? അവിടെ അമൃത TV ചാനലിൽ തന്നെ ഒരു സാറിനെ ഏർപ്പാടാക്കിയിരുന്നു, ഷാഹുൽ എന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പൊ സാറാണ് എനിക്ക് മറ്റേ ഇപ്പൊ ഒരു മധുരക്കിനാവിനില്ല ആ സമയം മുതലാണ്. പിന്നെ ഫാമിലി റൗണ്ടില് അച്ഛനും അമ്മേനൊക്കെ കൊറിയോഗ്രാഫ് ഒക്കെ ചെയ്തെടുത്തത് ഷാവുലേട്ടനാണ്. ഷാവുലേട്ടന്റെ ഭാര്യ ഇന്ദു ചേച്ചിയും ഒക്കെയാണ് ചെയ്ത് തന്നത്. അതെ, സൂപ്പർ സ്റ്റാറിന്റെ ആദ്യം പോലെ അങ്ങനെയാണ്. ഇപ്പൊ എത്ര വയസ്സിലാണ് പാട്ട് പഠിച്ചു തുടങ്ങിയത്? ഞാനൊരു UKG LKG ആണ്. ജസ്റ്റ് ഒരു ബേസ് സരിഗമ അത് മാത്രം. പാട്ട് പാടാൻ പറ്റുന്നൊക്കെ കണ്ടുപിടിച്ചത് ആരാണ് വീട്ടില്? അച്ഛനമ്മയും തന്നെ. അച്ഛനമ്മയും പാട്ട് പാടുവോ? അച്ഛൻ സാധാരണയായിട്ട് ഇപ്പൊ ഹിന്ദി, അച്ഛന് ആർമിയിലൊക്കെ ആയിരുന്നു. അപ്പോ ആ സമയത്ത് ഹിന്ദി പാട്ടുള്ള അച്ഛൻ കുറെ കേൾക്കായിരുന്നു. മധ്യപ്രദേശിലൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മളെല്ലാരും. അപ്പൊ അച്ഛനെങ്കിൽ ഹിന്ദി പാട്ട് കേട്ടോണ്ട് ഹിന്ദി പ്രൊണൗൺസിയേഷൻ കുറച്ച് എനിക്ക് ഷാറുഖ് ഖാൻ റൗണ്ടിൽ കാണുന്നുണ്ടായിരുന്നു. നല്ല ഡിക്ഷണറി ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അപ്പൊ അച്ഛനും അമ്മയ്ക്കും കുറച്ച് ഹിന്ദി അറിയാം. അപ്പൊ അമ്മയും ഡിക്ഷനൊക്കെ ക്ലിയർ ചെയ്ത് തരും. അപ്പൊ അച്ഛൻ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഹിന്ദി പാട്ട് ഇങ്ങനെ പാടും, സാധാരണ എല്ലാരും പാടുന്നത്. പിന്നെ അമ്മ ഇങ്ങനെ നാമജപം ഒക്കെ. അത് അപ്പൊ അവിടെ തന്നെയാണ് അത് കിട്ടിയത് ഏകദേശം. അപ്പൊ എത്ര വയസ്സ് മുതൽക്കാ പാട്ട്? ക്ലാസിക്കലല്ലേ പഠിച്ചത്? ക്ലാസിക്കലാണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതലേ പഠിച്ചു തുടങ്ങി. 1ാം ക്ലാസ് മുതൽ അവിടെ നീലേശ്വരത്ത് സെറ്റിൽ ആയതിനു ശേഷം ഞാൻ അവിടെ അടുത്തുള്ള ഒരു രാഘവേണ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ വിപിൻ മാഷിന്റെ അടുത്താണ് പഠിച്ചത്. 1ാം ക്ലാസ് മുതൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്തു. അവിടെ തന്നെ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ലൈറ്റ് മ്യൂസിക് ലളിതഗാനങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സാറുണ്ട്, ഉണ്ണി വീണാലയം. ഉണ്ണി സാറാണ് സ്കൂളിലത്തേക്ക് വേണ്ടി കലോത്സവത്തിനൊക്കെ വേണ്ടി പഠിപ്പിച്ചു തന്നത് ലളിതഗാനം. അപ്പൊ സ്കൂളിലൊക്കെ എല്ലാ പ്രോഗ്രാംസിനൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യായിരുന്നു? ഫസ്റ്റ് പ്രൈസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മുതൽക്കേ ഫസ്റ്റ് ആർക്കും കൊടുക്കാണ്ട് അന്ന് മുതൽക്ക്. ആദ്യമായിട്ട് പാടിയ പാട്ട് ഏതാ? ഫസ്റ്റ് കിട്ടിയ ഏത് സ്റ്റേജ് ഓർമ്മ ഉണ്ടോ? ഏതെങ്കിലും പാട്ട്? ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും. ലളിതഗാനം. അത് നമുക്ക് രണ്ടുപേരെയും ഒന്ന് കേട്ടാലോ? ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ. പാടിയ ദിവ്യാനു രാഗിലമാം രാസക്രീഡാ കഥയിലെ നായികേ. ഓടക്കുഴൽ വിളി ഒഴുകി ഒഴുകി വരും ഒരു ദ്വാപര യുഗസന്ധ്യയിൽ.
അന്ന് ഈ പാട്ടാണ് ഫസ്റ്റ് കിട്ടിയത്. അന്നത്തെ ഗിഫ്റ്റ് എന്തായിരുന്നു? സാധാരണ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ കലോത്സവത്തിന് പോയത്. പിന്നെ ഇടയ്ക്ക് ഒരു റിയാലിറ്റി ഷോയിൽ കിട്ടിയായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇടയ്ക്ക് റിയാലിറ്റി ഷോയില് അന്ന് ഒരു വേറെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. ആണോ? അത് എത്ര വയസ്സിലായിരുന്നു? അതൊരു 4, 5 പഠിക്കുമ്പോഴായിരുന്നു. 10 വയസ്സൊക്കെ ഉള്ള സമയത്ത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. റണ്ണറപ്പ് ആയിരുന്നു. റണ്ണറപ്പ് ആയിരുന്നു. അത് എവിടെയായിരുന്നു? അവിടെ തന്നെയായിരുന്നു? അല്ലാതെ മഴവിൽ മനോരമ എന്ന് പറഞ്ഞ ചാനലില് അവിടെയായിരുന്നു. സൂപ്പർ 4 ജൂനിയേഴ്സ്. പാട്ടല്ലാണ്ട് വേറെ ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന് എവിടെയൊക്കെയോ കേട്ടിട്ടുണ്ടായിരുന്നു. ഡാൻസ് എന്ന് വെച്ചാലൊരു 1.5-2 വർഷം അത്രയൊക്കെ പഠിച്ചിട്ടുള്ളൂ സിനിമാറ്റിക്. അപ്പൊ ആദ്യം എനിക്ക് തോന്നുന്നു ഡാൻസിലോട്ടാണ് ഇൻട്രസ്റ്റ് വന്നത്. കാരണം അച്ഛനും പറയുന്ന കേട്ടിട്ടുണ്ട് വീട്ടിലൊക്കെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് കേൾക്കുമ്പോ കേട്ടിട്ട് തന്നെ ഡാൻസ് കാലൊക്കെ ചൂടൊക്കെ വെക്കുന്ന അച്ഛൻ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. അപ്പൊ അച്ഛൻ വിചാരിച്ചൊരു ഡാൻസിലൊന്നൊരു കൈ നോക്കിയാലോ എന്നുള്ളത്. അപ്പൊ അന്നും പാട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ജസ്റ്റ് പാട്ട് ക്ലാസിക്കലൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. ഒരു 8ാം ക്ലാസ്സിലാണ്, 2ലും കണ്ടാന്ന് തോന്നുന്നു. അത്ര ചെറുതായ ഡാൻസ് കളിച്ചു തുടങ്ങി. 2, 3 ആ സമയത്തൊക്കെ ആയിരുന്നു. അപ്പൊ ആ സമയത്തല്ലോ ഡാൻസ് പഠിച്ചു അതിന്റെ ഏകദേശം ആ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആനുവൽ ഡേക്കൊക്കെ ഞാൻ ഡാൻസ് കളിക്കായിരുന്നു സ്കൂളിലൊക്കെ. 2 ഇങ്ങനെയൊക്കെ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ആനുവൽ ഡേക്ക് ഡാൻസ് കളിക്കായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ ഷിഫ്റ്റ് ചെയ്തു പാട്ട്. പിന്നെയാണ് ഇപ്പൊ കലോത്സവത്തിലൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടി തുടങ്ങിയല്ലോ. പിന്നെ സിനിമാറ്റിക് ഒന്നും കലോത്സവത്തിൽ അങ്ങനെ പറ്റില്ല. പിന്നെ ഫസ്റ്റ് കിട്ടി തുടങ്ങിയ പിന്നെ പാട്ടിലേക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കൂടി തുടങ്ങി. പിന്നെ അങ്ങനെ അങ്ങ് പോയി. പിന്നെ പാട്ട് കുറച്ച് സീരിയസ് ആയിട്ട് പഠിക്കാൻ എടുത്തു തുടങ്ങി. പിന്നെ എന്താ പറയാ 13ാം വയസ്സിലെ കമ്പോസിംഗ് ഉണ്ടല്ലോ, അതെങ്ങനെയാ അത് സംഭവിച്ചത്? അതെന്ന് വെച്ചാല് ഇപ്പൊ കുറച്ച് വലുതായി, ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ ആയി. അപ്പൊ ആ സമയത്ത് കലോത്സവങ്ങളിൽ സ്റ്റേറ്റിലെ കലോത്സവങ്ങളിൽ മിക്കവാറും എല്ലാവരും ഏകദേശം ഒരു പണ്ടത്തെ പാട്ടുകളൊക്കെ തന്നെ ആയിരിക്കും പാടുന്നത്. ഞാൻ അന്ന് പാടി നീലരാവിൽ ആ പാട്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ. പിന്നെ ആ പാട്ട് പാടി. അപ്പോൾ അന്ന് ഫസ്റ്റ് കിട്ടിയില്ല, സെക്കൻഡ് ആയിരുന്നു കിട്ടി. അപ്പോൾ ഞാൻ ജഡ്ജസിനോട് കാരണം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പാട്ട് സെലക്ഷനാണ് എപ്പോഴും പണ്ടത്തെ അല്ലാതെ പുതിയ പുതിയ പാട്ടുകൾ, പുതിയ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലളിത ഗാനങ്ങൾ പാടണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചോ, അച്ഛനോട് പറഞ്ഞു എന്നാ നീ ഒരു ലളിതഗാനം ട്രൈ ചെയ്ത് നോക്കാം, നമുക്ക് നോക്കാം, എന്താ പറയാ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുമല്ലേ. അപ്പോൾ ജസ്റ്റ് വാട്സാപ്പ് ഗ്രൂപ്പിലൊരു ഗോപകുമാർ എം കെ എന്ന് പറഞ്ഞ അങ്കിള് എനിക്ക് ലിറിക്സ് തന്നു. അപ്പോൾ അത് നോക്കി ഞാൻ ജസ്റ്റ് നോക്കി. അപ്പോൾ ശ്രുതി മാത്രം വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു സിനിമാ പാട്ട് എന്ന രീതിയിൽ നോക്കാം, ജസ്റ്റ് ട്രൈ ചെയ്തതാ. അപ്പൊ ഓർക്കസ്ട്രേഷൻ ഞാനങ്ങ് ചെയ്ത് കീബോർഡും ഗിറ്റാറൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓർക്കസ്ട്രേഷൻ ചെയ്തു അതിന്റെ കൂടെ. അല്ല, അത്ര ചെറിയ വയസ്സിൽ അത് ഭയങ്കര ചാലഞ്ചിങ് ആണല്ലോ അല്ലേ? അതിന്റെ കീബോർഡും ഓർക്കസ്ട്രേഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്തത്. ഒരു ഫോണിൽ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്തത്. അപ്പൊ അതിന്റെ ആയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവും. അല്ല, വീഡിയോഗ്രാഫിയും തന്നെ ചെയ്തു. ഓ അതെ, എഡിറ്റിംഗ് നേരത്തെ അറിയായിരുന്നോ? ചേച്ചി കുഞ്ഞിലെ എന്റെ പാട്ടുകളൊക്കെ ഓഡിയോ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ ചേച്ചി പഠിപ്പിച്ചു തന്നു എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ. അങ്ങനെ ചേച്ചിനെ കുറിച്ച് പറഞ്ഞില്ലേ, ചേച്ചി പാട്ട് പാടുവോ? ചേച്ചി വയലിൻ വായിക്കുമായിരുന്നു, ഡാൻസ് കളിക്കുകയും. ഇപ്പോ സൈക്കോളജി BSc സ്റ്റുഡന്റ് ആണ്. മാളവിക എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പൊ ചേച്ചിയാണ് ഇതിന്റെ ഫുള്ള് ഈ കമ്പോസിംഗിന്റെ ഹെൽപ്പ് മൊത്തം ചേച്ചിയുടെ. ഓഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത്, വീഡിയോ ഒക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പഠിപ്പിച്ചത് ചേച്ചിയാണ്. ഇനിയിപ്പം 2 സോങ്സ് അല്ലേ കമ്പോസ് ചെയ്തിട്ടുണ്ട്? 2 സോങ്സ് ഇപ്പൊ എന്റെ മാഷിന് അയച്ചു കൊടുത്തു. അപ്പൊ മാഷ് വേറൊരു സോങ് മാഷ് തന്നെ എനിക്ക് തന്നു, ഓർക്കസ്ട്രേഷൻ ചെയ്ത് നോക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ സാറിന് ഇഷ്ടപ്പെട്ടു. എന്റെ ക്ലാസിക്കൽ പഠിപ്പിക്കുന്ന സാർ രമേശ് നാരായണൻ സാറിനാണ് ഞാൻ അയച്ചു കൊടുത്തത്. അപ്പോ ജസ്റ്റ് രണ്ടാമത്തെ ഒരു ട്രൈ നോക്കി. അതും ഓർക്കസ്ട്രേഷൻ എല്ലാം ഞാൻ തന്നെ ചെയ്തത്. അപ്പൊ ഫ്യൂച്ചറിൽ നമുക്ക് ഇനി ഒരുപാട് സോങ്സ് പ്രതീക്ഷിക്കാം. ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. ട്രൈ ചെയ്യണം. കാരണം 13ാം വയസ്സിൽ ഇങ്ങനെ ഒരു സോങ് ഈസി അല്ല. അതൊരു ഒരു വലിയ തുടക്കത്തിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ഇപ്പൊ ഹിന്ദി പാട്ടുകൾ പറഞ്ഞല്ലോ, ഏത് ജോണറിലെ പാട്ടാ ഹിന്ദി കേൾക്കുക? അതും പഴയ ഹിന്ദി പാട്ടുകൾ തന്നെയാണോ കേൾക്കുക? ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റും കേൾക്കും, ഓൾഡ് സോങ്സ് കേൾക്കും, എല്ലാം കേൾക്കും. ഇപ്പൊ ഷാറുഖ് ഖാന്റെ ഇത് പാടിയല്ലോ, തുജേ ദേഖ്, അതിന്റെ ഡിക്ഷൻ ഒക്കെ വളരെ, അത് അമ്മയും അച്ഛനും കൂടിയിട്ടാണ്. അമ്മയും അച്ഛനും. പിന്നെ വേറൊരു അച്ഛനിപ്പോ തിരക്കായുമ്പോ ബാങ്കിലൊക്കെ അല്ലേ, അപ്പൊ തിരക്കാറുണ്ട്. പിന്നെ വേറൊരു അങ്കിള് ഹരിമേനോൻ എന്ന് പറഞ്ഞത് അങ്കിളാണ് എനിക്ക് പിന്നെയും കുറച്ച് ഡിക്ഷനും പിന്നെയും കുറച്ചും കൂടി ഒന്ന് കറക്റ്റ് ചെയ്തത്. അതേപോലെ തന്നെ CTV റിയാലിറ്റി ഷോയില്
അതെ, ബാംഗ്ലൂരിൽ ഓഡിഷന് പോയിരുന്നു. അന്ന് ഫൈനൽ ഓഡിഷൻ വരെ എത്തിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് സൗണ്ട് മാറി. ആ സമയത്ത് അപ്പോൾ അവർക്ക് വേണ്ടത് ഒരു കുട്ടിത്തമുള്ളൊരു സൗണ്ടാണ്. നമ്മുടെ സൗണ്ട് അപ്പോഴേക്കും ചേഞ്ച് ആയി തുടങ്ങി. സൂപ്പർ 4ന്റെ ഒരു ഫിനാലൊക്കെ ആയപ്പോഴത്തേക്ക് സൗണ്ട് മാറി. അപ്പോൾ അവർക്ക് വേണ്ടൊരു അങ്ങനത്തെ ടൈപ്പ് വോയിസ് ആണ്. അപ്പോൾ പിന്നെ അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു പാട്ട്. അപ്പോൾ അന്ന് പാടിയ കുഹു കുഹു റാഫി സാറും ലത മാമും കൂടി പാടിയത് ടഫ് സെമി ക്ലാസിക്കൽ ടൈപ്പ് ഏകദേശം ഒരു. അപ്പോൾ ആ പാട്ടാണെന്ന് പാടിയത്. അപ്പോൾ ഒരു മധുര പ്രതികാരം എന്ന രീതിയിൽ അമൃത ടിവിയിൽ കിട്ടിയപ്പോൾ ഫസ്റ്റ് പാടിയത് ആ പാട്ടാണ്. നമുക്ക് ആ പാട്ടൊന്ന് ഇവിടെയും പാടാം. കുഹു കുഹു ബോലെ കോയലിയ കുഹു കുഹു ബോലെ കോയലിയ कुंज कुंज में भौरे डोले गुनगुन बोले आ कुहू कुहू बोले कोयलिया. നിന്നോ? ഇത് പെട്ടെന്ന് നൃത്തം തോന്നാൻ പറ്റാത്ത പാട്ടുമാണ്. കൊറേ ഉണ്ട് പാട്ട്. അതെ അതെ അതെ, അതാണ് നമ്മുടെ അമൃത ചാനലിൽ ഫസ്റ്റ് പാടിയ പാട്ട്. ജഡ്ജസിനെ ഇംപ്രസ് ചെയ്ത പാട്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ട്. ഈ ഫണ്ണിയസ്റ്റ് മൊമെന്റ് എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇപ്പം റിയാലിറ്റി ഷോയില്? ഇപ്പൊ 1 വർഷത്തോളം ആയില്ലേ, എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റണ എന്തെങ്കിലും ഒരു തമാശ കലർന്ന എന്തെങ്കിലും സന്ദർഭങ്ങള് ഓർത്തെടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ ഒരു സെമി ഫൈനലിന്റെ ഒരു ഇടയ്ക്ക് വെച്ച് എങ്ങാണ്ട് കസ്തൂരി മാനവിയിൽ നിന്ന് പാട്ട് പാടിയത്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു എന്താ ലിറിസിസ്റ്റിന്റെ പേര് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോ ഭയങ്കര തമാശയായിരുന്നു അവിടെ. എന്ത് ലക്ഷ്മണൻ കൂടെ അങ്ങനെ ശരിക്കും പേര് മറന്നുപോയി. പാപ്പനംകോട് ലക്ഷ്മണൻ സാർ, ലക്ഷ്മണൻകോട് പാപ്പനൻ സാർ എന്തോ പറഞ്ഞു. അതിന് ഭയങ്കര തമാശ. പിന്നെ അതിന് മ്യൂസിക് ചെയ്ത് KJ ജോയ് സാർ, അതിന് പകരം MJ ജോയ്. വേറെ പേര് ആ സമയത്ത് റിലേ അങ്ങോട്ട് പോയിരിക്കുകയാണ്, എവിടേക്ക് പോയി. എന്നിട്ട് ലാസ്റ്റ് പഠിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ മുല്ലപ്പൂവും പലിലോ നസീർ സാറിനെ വെച്ചിട്ട് അഭിനയിച്ച ഐക്കോണിക് പെയർ റൗണ്ട് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ജഡ്ജസിനൊന്നും പിടി കിട്ടിയില്ല ഞാൻ ഏത് ക്യാരക്ടർ. നസീർ സാറാന്ന് അവർക്ക് അറിയില്ല, മനസ്സിലായില്ല. ഇടയ്ക്ക് പിന്നെ ഗോഷ്ടൊക്കെ കാണിച്ച് അവരെ മനസ്സിലാക്കി എടുത്തത്. അങ്ങനെയൊക്കെയാണ് പിന്നെ ഫണ്ണി മൊമെന്റ്സ് ആയിട്ടുള്ള. ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണത് ഏത് ഫ്രണ്ടിനെയാണ്? ഒരു ക്ലോസ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവുമല്ലോ അതിലല്ലേ? എല്ലാരും ഫ്രണ്ട്സ് ആണ്, എല്ലാരും ജോളിയാണ്, എല്ലാരും ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് എല്ലാരും. ഈ വോയിസ് മാറ്റി മോഡുലേറ്റ് ചെയ്തൊക്കെ പാടാന്ന് പറയുന്നത് വലിയൊരു സംഭവമാണ്. അങ്ങനെ കുറെ ചെയ്തിട്ടുണ്ടല്ലോ ഏതോ ഒരു ദിനം എന്നുള്ളൊരു പാട്ടൊക്കെ. ആ ഒരു പാട്ടിന് ശേഷമാണ് എനിക്കൊരു കുറച്ച് കോൺഫിഡൻസ് ആയിട്ട് പാടാൻ പറ്റിയ ഓരോ പാട്ടുകൾ വോയിസ് മോഡുലേറ്റ് ചെയ്ത്. ആ സമയത്താണെങ്കിൽ കാരണം ഓരോ ജോണർ ആ സമയത്താണ് വന്ന് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഓരോ പാട്ടുകൾ അങ്ങനെ എടുത്തു. ഇപ്പം ഈ സ്കൂളും എന്താ പറയാ റിയാലിറ്റി ഷോയും തമ്മിലുള്ള ഒരു അതെങ്ങനെയാ മാനേജ് ചെയ്തത്? ഇപ്പൊ സ്കൂളിന്ന് വെച്ചാൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഷെഡ്യൂൾ ആയിട്ടല്ലേ പോകുന്നത്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് പഠിക്കും. പിന്നെ ഫ്രണ്ട്സ് നോട്ട്സ് അയച്ചു തരും. പിന്നെ ഭയങ്കര ഹെൽപ്പാണ്. ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. പിന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്യും ഫ്രണ്ട്സ് ഓൾറെഡി. പിന്നെ ട്യൂഷന് പോകുന്നുണ്ട്, അത് ഇടയ്ക്ക് കട്ടാവുന്നുണ്ട് അങ്ങോട്ട്. പക്ഷെ സ്കൂളിൽ അങ്ങനെ ഒരു സപ്പോർട്ട് തരാന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് ടൈറ്റിൽ വിന്നറും കൂടെ ആയപ്പോ അവർക്ക് ഭയങ്കര സന്തോഷം. ഭയങ്കര സന്തോഷം. ഫ്രണ്ട്സ് ഒക്കെ ഭയങ്കര ഒത്തിരി എന്താ പറയാ അങ്ങനെ കാണുമ്പോ ഇപ്പൊ ഒരു പണ്ട് പോയ ഒരാളല്ലല്ലോ ഇപ്പൊ സ്കൂളിലേക്ക് ചെല്ലുമ്പോ ഒരു സെലിബ്രിറ്റി ആയിട്ടാണല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാരും വഴി നിൽക്കുമ്പോ ഒരു പാട്ട് പാടും ഒരു ഉമ്മയിക്കോടോ സന്തോഷം പാടി കഴിയുമ്പോ. അങ്ങനെ കുറെ പേര് പുതിയ സ്കൂളിലേക്ക് മാറിയപ്പോ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ പാട്ട് പാടുന്ന ചേട്ടനാ പോകുന്നത്. കൂട്ട് ഫുള്ള് ഗ്രൂപ്പായിട്ട് എന്റെ അടുത്തോട്ട് വരും, ഒരു പാട്ട് പാടും ഉച്ചയ്ക്ക് ശേഷം ഫ്രണ്ട്സ് എല്ലാം കൂടി. ടീച്ചേഴ്സ് ചോദിക്കാറുണ്ടോ പാട്ട് പാടുമോ എന്നുള്ളത്? ടീച്ചേഴ്സ് എന്തായാലും ആ ഒരു സ്കൂൾ മാറിയതിന് ശേഷം അറിഞ്ഞ് പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ വേറൊരു സ്കൂളിൽ നിന്ന് വരുമ്പോ. അപ്പൊ ആ സമയത്ത് ടീച്ചർമാരൊക്കെ പാടും എന്നൊക്കെ ചോദിക്കും. പിന്നെ ഇടയ്ക്ക് ഫ്രീ പീരീഡ് കിട്ടുമ്പോ എല്ലാരും എന്നെ നോക്കും. പാട്ട് പാടുന്നവർ ആരെങ്കിലും ഉണ്ടോ ക്ലാസ്സിൽ നിന്ന് ചോദിക്കുമ്പോ എല്ലാവരും എന്നെ നോക്കും. ഞാൻ പിന്നെ പാട്ട് എല്ലാം പാടുന്നുണ്ട്, പിന്നെ വലിയ ടെൻഷൻ ഒന്നുമില്ല, അങ്ങ് പാടും. പിന്നെ കലോത്സവത്തിലൊക്കെ ടീച്ചർമാരൊക്കെ വരില്ല, അപ്പോൾ ടീച്ചർമാര് പാട്ട് കേൾക്കും. പിന്നെ അത് ഇപ്പോ റിയാലിറ്റി ഷോയിൽ വന്നോണ്ട് ടീച്ചർമാരിപ്പോ ഞാൻ ലിങ്ക് ഒക്കെ സെൻഡ് ചെയ്യും ഞാൻ പാടിയ പാട്ടുകളുടെ ഒക്കെ. ടീച്ചർമാർക്ക് ഏത് പാട്ട് ടീച്ചർമാർ പാടാൻ പറയണ പാട്ട് ഏതാ? സിനിമാ പാട്ടുകൾ തന്നെ? സിനിമാ പാട്ടുകൾ തന്നെ.
അതിന്റെ ഇടയ്ക്ക് കച്ചേരിയും അല്ലേ പഠിച്ചിട്ടുണ്ട്? കച്ചേരി പാടാറുണ്ട്. അമ്പലത്തിൽ മൂകാംബിക ക്ഷേത്രത്തിൽ പാടിട്ടുണ്ട്, ഗുരുവായൂർ സംഗീതോത്സവത്തില്, പിന്നെ പനച്ചിക്കാട് അമ്പലത്തിൽ പാടി, പിന്നെ പെരിങ്ങോട്ടുകര ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൽ പാടി. അങ്ങനെ കുറെ കച്ചേരികളൊക്കെ, പിന്നെ അടുത്തുള്ള അമ്പലങ്ങളൊക്കെ കച്ചേരികൾ ചെയ്തു വരുന്നുണ്ട്. കച്ചേരി ഏത് വയസ്സ് മുതൽക്കാണ് പാടാൻ തുടങ്ങിയത്? കച്ചേരി ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് മുതലേ അങ്ങ് പാടാൻ തുടങ്ങി. അതിന് പ്രത്യേക ഒരു ഇഷ്ടം തോന്നി. അതുകൊണ്ടാണ് ഭാവയാമി ഒക്കെ. അന്ന് ടെൻഷനേ ഇല്ലായിരുന്നു ആ പാട്ട് പാടാൻ, സിമ്പിൾ ആയിട്ട് അങ്ങ് പാടി തീർത്തു. ഈ മറ്റേ കർണാടക അല്ലാണ്ട് ഹിന്ദുസ്ഥാനിയിലേക്ക് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇനിയിപ്പോ കഴിഞ്ഞു, സൂപ്പർ സ്റ്റാർ കഴിഞ്ഞല്ലോ, അപ്പൊ ഇനി ഉണ്ടല്ലോ, അപ്പൊ പഠിച്ചു തുടങ്ങാന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സിനോടുള്ള ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടല്ലേ? ചെണ്ടയൊക്കെ കൊട്ടുന്നിട്ടുണ്ട്. ആദ്യം എന്റെ വീട്ടിലൊരു ഹാർമോണിയം ഉണ്ടായിരുന്നു, ഒരു കിപ്പെരിമാഷാണ് തന്നത്. അപ്പൊ ജസ്റ്റ് അന്ന് ജസ്റ്റ് ശ്രുതിയൊക്കെ ഇട്ട് പാടി നോക്കുന്ന സമയത്ത് ജസ്റ്റ് പാട്ടുകളൊന്നൊക്കെ വായിച്ചു നോക്കും. അങ്ങനെ കിട്ടിയിട്ടാണ് പിന്നെ സൂപ്പർ 4-ല് റണ്ണറപ്പ് ആയതിനു ശേഷം പിന്നെ ഒരു ചെറിയ കീബോർഡ് മേടിച്ചു. അപ്പോൾ അത് ഹാർമോണിയത്തിലുള്ള സാധനം അങ്ങോട്ടങ്ങ് മാറ്റി വായിച്ചു. പിന്നെ അതിനുശേഷം സൂപ്പർ സ്റ്റാറിൽ മഞ്ജരി മാം ഇത് തന്നു, ഫിനാലിക്ക് കഴിഞ്ഞ ശേഷം ഫസ്റ്റ് പ്രൈസ് കിട്ടിയ. അപ്പോൾ അതിപ്പോ ഗിഫ്റ്റ് ആയിട്ട് തന്നു. ഫസ്റ്റ് മാം തന്നെ മേടിച്ചു തന്നെ. അപ്പൊ അത് വായിച്ച് പഠിച്ചു തുടങ്ങി. അത് പോന്നു. പിന്നെ ഗിറ്റാർ എനിക്ക് പഠിപ്പിച്ചത് ജോസാറാണ്, മരിച്ചുപോയി. അത് ഭയങ്കര വലിയൊരു ഷോക്കായിരുന്നു. കാരണം സാറ് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് എയറോപ്ലെയിനിൽ വരുന്ന വഴിയാണ് കാർഡിയാക് അറസ്റ്റ് വന്ന് മരിച്ചുപോയത്. ഭയങ്കര ക്ലോസ് ആയിരുന്നു. അതിന്റെ അടുത്ത ദിവസം സാറ് ഓൺലൈൻ ക്ലാസ്സും വെച്ചതാ, നമുക്ക് കാണാം, ഓൺലൈൻ മീറ്റിങ്ങിലൊക്കെ വെച്ച് കാണാമെന്ന് പഠിപ്പിച്ച് പറഞ്ഞതാണ്. സാറാണ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വാങ്ങാൻ ഹെൽപ്പ് ചെയ്തത്. നമുക്ക് എന്റെ വീട്ടിലെ സൗണ്ട് സിസ്റ്റം വരെ സാറാണ് എന്നെ കൊണ്ടുപോയി എറണാകുളമൊക്കെ കൊണ്ടുപോയിട്ട് ഈ സൗണ്ട് സിസ്റ്റം ഇത് നല്ലതാണ്, മൈക്ക്, ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ. പിന്നെ ഗിറ്റാറാണ് സാർ എനിക്ക് പറഞ്ഞ് മേടിച്ചു തന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് അതെ പെട്ടെന്ന് കേൾക്കുമ്പോ ഒരു വല്ലാത്തൊരു ഷോക്കാണ്. അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. അതെ. ഈ മലയാളം പാട്ടല്ലാണ്ട് ഏതൊക്കെ പാട്ടാ പിന്നെ പാടാൻ ഇഷ്ടം? മലയാളം അല്ല, തമിഴ്. ഇപ്പോ കൂടുതലും ടഫായിട്ടുള്ള ഹിന്ദി പ്രൊണൗൺസിയേഷൻ ഒക്കെ നമ്മൾ നോക്കണല്ലോ. നമ്മൾ പാടുമ്പോ കൃത്യമായിട്ട് പാടണം. അപ്പോൾ പ്രൊണൗൺസിയേഷൻ നോക്കുമ്പോ തമിഴ് കുറച്ചൊക്കെ ഈസിയാണ്. ഹിന്ദിയും കുറച്ചും കൂടെ കുറച്ച് സമയം എടുക്കും പഠിക്കാൻ, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ ഭാഷയും എനിക്ക് ഇഷ്ടമാണ് പാടാൻ. ഇഷ്ടമാണ്. പാർവണ്ട കൂടെ ഒരു ഡുവറ്റ് പാടിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ പാട്ട്. അത് നമുക്കൊരു ഓക്കെ. காற்றே என் வாசல் வந்தாய், மெதுவாக கதவு திறந்தாய், காற்றே உன் பேரை கேட்டேன், காதல் என்றாய், நேற்று நீ எங்கே இருந்தாய், காற்றே நீ சொல்வாய் என்றேன், சுவாசத்தில் இருந்ததாக சொல்லி சென்றாய், துள்ளி வரும் காற்றை தாய்மொழி பேசு, நிலமுள்ள வரையில் நெஞ்சினில் வீசு, துள்ளி வரும் காற்றை தாய்மொழி பேசு, കാറ്റേ എൻ വാസൽ വന്നായി മെതുവാ. നല്ല രസമുണ്ട് ആ പാട്ട്. ഭയങ്കര ഈ കേൾക്കുമ്പോ ഭയങ്കര സുഖമാണെങ്കിലും പാടാൻ ഭയങ്കര ടഫായിട്ട്. കാരണം ബാക്ക്ഗ്രൗണ്ടില് ശ്രുതി എല്ലാരും ജസ്റ്റ് ഒരു കീബോർഡിന്റെ ഇത് മാത്രമേ ഉള്ളൂ. അതും പിന്നെ ഒരു ആ സംഭവം മാത്രമേ ഉള്ളൂ. ഭയങ്കര പാടാ കാരണം ശ്രുതി ചേർത്ത് ആ പാട്ട് പാടുന്നത്. കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ പാടിയ സമയത്ത്. അന്ന് ടെൻഷൻ ഭയങ്കരമായിരുന്നു ഈ പാട്ട് പാടാൻ. കാരണം അന്നൊരു ഫസ്റ്റ് ആയിരുന്നു, ഒരു 2-3 പാട്ട് കഴിഞ്ഞിട്ടായിരുന്നു. അപ്പൊ അതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ പാട്ട് പാടണം. ഒരു ഡാൻസ് കളിച്ച് അന്ന് ആദ്യമായിട്ടാണ് ഡാൻസ് എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനുശേഷം വന്ന് പിന്നെ ടെൻഷൻ പ്രാക്ടീസ് ആയില്ല. മിമിക്രി ഉണ്ടോ? ഇല്ല, സൗണ്ട് ഇപ്പൊ മാറി വരുമല്ലേ, അതിനായിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പാട്ടല്ലാണ്ട് വേറെ എന്തൊക്കെയാ ഹോബീസ് ഉള്ളത്? പാട്ടല്ലാതെ ഇപ്പൊ ഗിറ്റാർ വായിക്കും. ഇപ്പൊ ഗിറ്റാർ പഠിക്കുന്നത് സൂപ്പർ സ്റ്റാറിലെ എൻ്റെ കൂടെ ഓർക്കസ്ട്ര ടീമിലുള്ള ചേട്ടൻ, അത് നിഷാന്ത് സാറാണ് എന്നെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിറ്റാർ വായിക്കും, കീബോർഡ്, പിന്നെ ചെണ്ടയുടെ കാര്യം പറഞ്ഞില്ല. ചെണ്ട കൊറോണയ്ക്ക് മുമ്പ് പഠിച്ചു തുടങ്ങി. അപ്പൊ കൊറോണ ആയപ്പോഴത്തേക്ക് പിന്നെ സ്റ്റോപ്പായി. അന്ന് ചെണ്ട പഠിച്ചത് സന്തോഷ് മാരാർ എന്ന് പറഞ്ഞ സാറിൻ്റെ അടുത്താണ്. പിന്നെ
കലോത്സവത്തിന് വേണ്ടി പഠിച്ചത് നന്ദൻ മാഷിന്റെ അടുത്താണ്. പിയാനോയിലേക്ക് എങ്ങനെയാണ് വന്നത്? പിയാനോയിലേക്ക് വന്നത് വെച്ചാൽ എനിക്ക് റിയാലിറ്റി ഷോയിലേക്ക് വരുന്നതിന് മുമ്പ് സിനിമാ പാട്ടുകളൊക്കെ പഠിപ്പിച്ചിരുന്ന സാറുണ്ടായിരുന്നു, ഉമേഷ് മാഷ് എന്ന് പറഞ്ഞ മാഷ്. അപ്പോൾ മാഷ് കീബോർഡിനകത്തൊക്കെ വായിക്കുന്നത് കണ്ടിട്ടാണ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാലോ. ഇൻസ്പിറേഷൻ മാഷാണ്, ഉമേഷ് മാഷാണ്. അപ്പോൾ അങ്ങനെ കീബോർഡിൽ വായിച്ച്, അപ്പോൾ സാറാണ് ഇൻസ്പിറേഷൻ, ശരിക്കും സാറാണ് ഇൻസ്പിറേഷൻ. അങ്ങനെയാണ് വായിച്ച് തുടങ്ങിയത്. പിന്നെ കീബോർഡ് തന്നെ പിന്നെ പതുക്കെ പതുക്കെ മീൻസ് നോട്ട്സ് ഒക്കെ അങ്ങനെ മനസ്സിലായി വന്നപ്പോ ഇനി അങ്ങനെ പാടി. ഇപ്പൊ കീബോർഡ് നന്നായിട്ട് വായിക്കില്ല? കുഴപ്പമില്ലാണ്ടൊക്കെ വായിക്കും. ഇനി മാഷിനെ നോക്കണം എങ്ങനെ പഠിക്കണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഗുരുവായൂർ അഷ്ടപതി സംഗീതോത്സവത്തിനും പാടിയിട്ടുണ്ടല്ലേ? പാടിയിട്ടുണ്ട്. അത് കൃഷ്ണമണി മാഷാണ് പഠിപ്പിച്ചത്. അപ്പോ കലോത്സവത്തിനല്ല, അഷ്ടപതി തന്നെ സാറ് പഠിപ്പിച്ചതാണ്. പിന്നെ കലോത്സവത്തിനും അഷ്ടപതി പാടിയെന്നേ ഉള്ളൂ. അപ്പൊ അത് ഭയങ്കര ഒരു രണ്ടും കൂടി എങ്ങനെയത് ഭയങ്കര പാടാ. കാരണം രാഗമാലികയാണ് സാറ് പഠിപ്പിച്ചത്, രാഗമാലിക രീതിയിലാണ് കൃഷ്ണമണി മാഷി പഠിപ്പിച്ചത്. അപ്പോ കലോത്സവത്തിന് അത് പാടി ഫസ്റ്റ് കിട്ടി. എ ഗ്രേഡ് ഉണ്ടായിരുന്നു, ഫസ്റ്റ് എ ഗ്രേഡ് സംസ്ഥാന കലോത്സവത്തില് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ ഫസ്റ്റ് കിട്ടി കലോത്സവത്തിൽ. അപ്പൊ ഈ അഷ്ടപതിയുടെ ഗുരുക്കന്മാർ ആരൊക്കെയായിരുന്നു? അഷ്ടപതി എനിക്ക് പഠിപ്പിച്ച പയ്യന്നൂർ കൃഷ്ണമണി മാലാർ മാഷാണ് പഠിപ്പിച്ചത്. അപ്പോ മാഷിൻ്റെ കൂടെ പയ്യന്നൂരിലും പിന്നെ കാഞ്ഞങ്ങാടിലൊക്കെ കുറെ വേദികൾ സാറിനോട് പങ്കിടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ കലോത്സവത്തിന് വേണ്ടി എനിക്ക് സംസ്കൃതമൊക്കെ പ്രൊണൗൺസിയേഷനൊക്കെ ഒന്ന് കറക്റ്റ് ആക്കി തന്നത് എൻ്റെ സംസ്കൃത മാമാണ്, സ്കൂളിലത്തെ ബിന്ദു ടീച്ചറാണ് കറക്റ്റ് ചെയ്ത് തന്നത്. പിന്നെ ഇടയ്ക്ക് കൊട്ടാൻ പഠിപ്പിച്ചത് ജയൻ മാഷ, അവിടുത്തെ മ്യൂസിക് ടീച്ചറാണ് പഠിപ്പിച്ചത്, കലോത്സവത്തിന് വേണ്ടി പഠിപ്പിച്ചത്. മ്യൂസിക് കമ്പോസർ ആരാണ്, ഡയറക്ടർ ആരാണ്? പണ്ടത്തെ ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ മിക്ക എല്ലാവരും അങ്ങനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും ഇല്ല. ദേവരാജ മാഷിന്റെ ആയാലും സ്റ്റൈല്, പിന്നെ ദക്ഷിണാമൂർത്തി സ്വാമികൾ അവരുടെ പാട്ടുകളും, പിന്നെ എല്ലാവരുടെ ഇഷ്ടമാണ്. ഈ ഇപ്പൊ ജഡ്ജസിനെ കുറിച്ച് പറഞ്ഞല്ലോ, ശരത് സാർ ആണെങ്കിലാട്ടെ, ഷാൻ സാർ ആണെങ്കിലും, അവര് തരുന്ന ടിപ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? വളരെ നല്ല ടിപ്സുകളായിരുന്നു നമുക്ക്. ശരത് സാറ് പിന്നെ ഓരോ പാട്ടുകളുടെ സംഗതികളൊക്കെ കറക്റ്റ് ക്ലിയർ ആണ്. സാറ് പാടുന്ന കേട്ടാൽ പോലും അത്ര ശ്രുതിയിലിങ്ങനെ ലയിച്ച് കിടക്കും സാറ് പാടുന്ന കേട്ടാല്. പിന്നെ ഷാൻ സാറ് പറഞ്ഞ ടിപ്പൊക്കെ നമ്മുടെ വോയിസ് എങ്ങനെ മോഡുലേറ്റ് ചെയ്യാനുള്ള ട്രിക്കുകളൊക്കെ പറഞ്ഞു. പിന്നെ ഹരിശങ്കർ സാറായാലും മഞ്ജരി മാം, അങ്ങനെ കുറെ ജഡ്ജസിന്റെ കുറെ ടിപ്സ് എനിക്ക് കിട്ടി. അത് വളരെ വലിയൊരു കാര്യമാണ്. എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടോ സൗണ്ടിന് വേണ്ടിയിട്ട്? എന്തെങ്കിലും? ഇല്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. ഐസ്ക്രീം ഒക്കെ ഒരു 3-4 വർഷമായി. ഇതിന് ശേഷമാണ് ഒരു പ്രാവശ്യം തിന്ന് നോക്കിയത്. ഇഷ്ടമാണല്ലേ? അന്നൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ ഇടയ്ക്ക് പിന്നെ സ്റ്റോപ്പാണ്, പിന്നെ അതിന്റെ താല്പര്യം കുറഞ്ഞു വന്നു. പിന്നെ ഇപ്പൊ ഇനി തിന്നാൻ നോക്കാം. തണുപ്പൊന്നും കഴിക്കില്ല? ഒന്നും കഴിക്കില്ല, എല്ലാം ശബ്ദത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. SPB സാറ് നോക്കുകയാണെങ്കിൽ ഐസ്ക്രീം കഴിച്ചിട്ട് പാടുന്നുണ്ടല്ലോ. അത് ഞാൻ ചോദിച്ചു, അങ്ങനെ വല്ലതും ഉണ്ടോ എന്നുള്ളത്. ഇല്ല അങ്ങനെയല്ല. തൊണ്ട മാക്സിമം സൂക്ഷിച്ചു വെക്കും, ഹൈഡ്രേറ്റഡ് ആയിരിക്കും നമ്മളെപ്പോഴും. അങ്ങനെയൊക്കെ. ഓക്കെ. ഇപ്പൊ ചെറുപ്പം മുതലേ പാടുന്നോണ്ട് ചോദിക്കുകയാണ്, ഈ സ്റ്റേജ് ഫിയർ വരുമ്പോ അത് എങ്ങനെയാണ് മാറ്റിയത്? അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ ഉണ്ടോ? സ്റ്റേജ് ഫിയർ ആദ്യമൊക്കെ ഉണ്ടായി. പിന്നെ കുറെ കോമ്പറ്റീഷൻസിലൊക്കെ പോയി, വീടിനടുത്തുള്ള വയലാർ സാറിന്റെ കുറെ കോമ്പറ്റീഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്തുള്ള അങ്ങനെ പാടി അവിടെയൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ പാടി അങ്ങനെ സ്റ്റേജ് ഫിയർ ഇല്ലാണ്ടായി. പിന്നെ റിയാലിറ്റി ഷോയിൽ വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള എന്തായാലും ആ ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ മാക്സിമം അങ്ങനെ കാണിക്കാതിരിക്കുന്നേ ഉള്ളൂ. ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടാവും പാട്ട് പാടുമ്പോൾ. എന്തായാലും നമുക്ക് വയലാർ സാറിന്റെ ഒരു പഴയ പാട്ടൊന്ന് ഒരു 2 വരി കേട്ടാലോ? ഈ പാട്ടെന്ന് വെച്ചാല് ശരത് സാറ് ഞാൻ പാടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണിത്. സാമ്യമകന്നോരുദ്യാനമേ കൽപകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി, സാമ്യമകന്നോരുദ്യാനമേ. എന്ത് രസമല്ല കേൾക്കാൻ. ഈ പാട്ട് പാടുമ്പോ ലിറിക്സ് തെറ്റായിട്ടുണ്ടോ എവിടെയെങ്കിലും? ആദ്യമൊക്കെ തെറ്റിട്ടുണ്ട്. അതായത് സൂപ്പർ സ്റ്റാറിൽ കിട്ടിയതിന് ശേഷം ഒരു ആദ്യത്തെ ഒരു 2-3 പാട്ടിൽ അങ്ങനെ പോയി. പിന്നെ പിന്നെ ലിറിക്സിൽ ഫോക്കസ് ചെയ്ത് അങ്ങനെ പഠിക്കും. പാട്ട് പഠിക്കുമ്പോൾ നമ്മള്
കുറെ അതിന്റെ മുകളിൽ ഹാർഡ് വർക്ക് ചെയ്തു ലിറിക്സിനൊക്കെ വേണ്ടി. അങ്ങനെ പഠിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പഠിച്ചു. ഇപ്പൊ വലിയ ടെൻഷൻ ഇല്ല. ഇപ്പൊ 10th അല്ലേ, ഇനിയിപ്പോ എന്താ ഫ്യൂച്ചറിൽ എന്തെടുക്കണം എന്നൊക്കെയാണ് ആഗ്രഹം? അതിനെ കുറിച്ച് വല്ലതും ചിന്തിച്ചു? പാട്ട് ഒരു ഭാഗത്തു കൂടെ പോവും, അല്ലാണ്ട് ഇനി ഫ്യൂച്ചർ അംബിഷൻ എന്താണ്, എന്താവണം എന്നാണ്? ഒരു സിംഗർ ആണ്, പക്ഷെ നമുക്ക് പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ചിന്തിച്ചിട്ടില്ലല്ലോ ഒന്നും. ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഇനി ചിന്തിക്കാൻ തുടങ്ങണം. ഇപ്പൊ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ 10ാം ക്ലാസ് ഇനി കുറച്ച് പഠിത്തത്തിലോട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യണം. 10ാം ക്ലാസ് ഫൈനൽ എക്സാമിന്റെ ഒരു സമയം, അതെ, ഫുള്ള് കോൺസെൻട്രേഷൻ ആണ്. അപ്പൊ ഇനി നോക്കണം എങ്ങനെയാണ് ഇതിന്റെ ഫ്യൂച്ചർ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇപ്പൊ ഒരു പാട്ട് പാടിയിട്ട് ഏതെങ്കിലും ഒരു ഡയറക്ടർ അത് കേൾക്കണം എന്ന് വിചാരിച്ചാൽ അത് ആരായിരിക്കും ഓന്റെ മനസ്സിലുണ്ടാവുക? എന്റെ ഈ പാട്ട് അവര് കേട്ടിരുന്നെങ്കിൽ, അയ്യോ അവര് കേട്ടിരുന്നെങ്കിൽ നമ്മൾ വെറുതെ വിചാരിക്കില്ലേ? അങ്ങനെ ഒരു ഡ്രീം ഒരു സംഭവം ഉണ്ടോ? ശരത് സാറിന് മുമ്പില് ശരത് സാറിന്റെ പാട്ടുകളാണ് പാടിയിട്ടുണ്ട്. അപ്പൊ സാറിന് ഒത്തിരി ഇഷ്ടപ്പെട്ടുണ്ട് ഞാൻ പാടിയ പാട്ടുകള്. രാവിൽ വീണാനാഥം, പിന്നെ ഷാനിക്കയുടെ പാട്ടുകൾ അങ്ങനെ പാടിയിട്ടില്ല. പക്ഷെ മിക്കവാറും നമ്മുടെ സിംഗേഴ്സ് ആണെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാരും കേൾക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായി. പുതിയ വോയിസ് ഒക്കെ നോക്കി ഇപ്പം വിദ്യാസാഗർ സാറൊക്കെ പുതിയ വോയിസിനൊക്കെ നോക്കി നിൽക്കുന്ന കേട്ടിട്ടുണ്ട്. പുതിയ വോയിസിന് ചാൻസ് കൊടുക്കുന്ന ആളാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ആഗ്രഹമൊക്കെ. വിദ്യാസാഗർ സാറുണ്ട്, പിന്നെ റഹ്മാൻ സാർ, എല്ലാരും ഉണ്ട്. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ വോയിസ് ഒന്ന് ജസ്റ്റ് കേൾക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഒന്നും അറിയില്ല. അതെ, അല്ല അത് നമുക്ക് അതൊക്കെ ദൈവത്തിന്റെ കയ്യിലാണല്ലോ. റഹ്മാൻ സാറിന്റെ കൂടെ വർക്ക് ചെയ്യണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു ഇതാണല്ലോ. ജീവിതത്തില് ഇതുവരെ ഉണ്ടായ എന്തെങ്കിലും ഭാഗ്യം, ഇപ്പൊ ഓഫ് കോഴ്സ് ടൈറ്റിൽ വിന്നർ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്, അല്ലാണ്ട് എന്തെങ്കിലും ഓർത്തെടുത്ത വല്ല എന്തെങ്കിലും ഭാഗ്യമായിട്ടുള്ള നിമിഷങ്ങളുണ്ടോ? ഉണ്ട്. അതായത് രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതില് ചോദിച്ചു യേശുദാസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ബേസിക് ഒന്നുകൂടെ തറവാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊന്ന് ജോയിൻ ചെയ്തു. അപ്പൊ വിദ്യാരംഭത്തിനാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അന്ന് ഭാഗ്യത്തിന് യേശുദാസ് സാറാണ് നേരിട്ട് അമേരിക്കയിൽ നിന്ന് ക്ലാസ് എടുത്തത്. ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതില് എന്നെയാണ് സെലക്ട് ചെയ്തത്. പഠിപ്പിച്ചു തരുന്നത്. അപ്പൊ അന്ന് എനിക്ക് മലഹരി രാഗത്തില് എനിക്കൊരു ഗീതം ശ്രീഗണനാഥ പഠിപ്പിച്ചു തന്നു. അത് ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു നിമിഷം. അതെ, എത്ര പേര് കാണാൻ കൊതിക്കുന്ന ദാസ് സാറിന് നേരിട്ടായാലും അല്ലെങ്കിലും സാറെ എന്റെ പേരൊന്ന് വിളിച്ചല്ലോ, അതൊരു വലിയ ഭാഗ്യമായിട്ട്. പേരിന്റെ പ്രത്യേകത കൂടി ഉണ്ടാവും ചിലപ്പോ അതിലല്ലേ, അറിയില്ല. പിന്നെ അതിനുശേഷം ഒരു വർഷം ഞാൻ യേശുദാസ് അക്കാഡമിയിൽ പഠിച്ചു. അത് പഠിപ്പിച്ചു തന്നത് മോഹനകൃഷ്ണ മാഷാണ് എന്റെ അവിടെ ഗുരു ഉണ്ടായിരുന്നത്. അപ്പൊ മാഷാണ് പഠിപ്പിച്ചത് ഒരു വർഷം. പിന്നെ എന്തെങ്കിലും ടിപ്സ്, അങ്ങനെ എന്തെങ്കിലും ടിപ്സ് സാറാണ് എൻ്റെ ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. കാരണം സാറ് സാധകം ചെയ്യുന്ന രീതിയിൽ അങ്ങനെ കേട്ടിട്ടുണ്ട്. കുറെ മണിക്കൂർ സാധകം ചെയ്യാറുണ്ട് ദാസ് സാറിന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു വലിയ ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ എടുത്തു. ടിപ്സ് ഒന്ന് ശബ്ദത്തെ കുറിച്ച്, ശബ്ദം എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ റിയാലിറ്റി ഷോയിൽ വന്നതിന് ശേഷം പിന്നെ ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. കാരണം അങ്ങനെ തിരക്കായിരുന്നു റിയാലിറ്റി ഷോയിൽ. ഓൺലൈനില് നേരിട്ട് എന്റെ പേര് വിളിച്ച് ശ്രീഗണനാഥ എനിക്ക് പഠിപ്പിച്ചു തന്നൊരു ഓർമ്മ ജീവിതത്തിൽ ഏറ്റവും മറക്കാനാവാത്തൊരു ഓർമ്മ തന്നെയാണത്. ഓർത്ത് വെക്കാൻ പറ്റിയ ഒരു ഓർമ്മ. അതെ. സോഷ്യൽ മീഡിയയിലെ നെഗറ്റീവ് കമന്റ്സിനൊക്കെ കേൾക്കാറുണ്ടോ, കാണാറുണ്ടോ? ഇപ്പൊ ഓരോ പാട്ട് കഴിഞ്ഞാലും നമ്മൾ കാണാമല്ലോ ഇങ്ങനെ ഒരുപാട് കമന്റ്സുകൾ വരുന്നത്. അതൊക്കെ പോകാൻ ചെക്ക് ചെയ്യാറുണ്ടോ? നോക്കാറുണ്ട്. ഞാൻ ചിലതൊക്കെ മൈൻഡ് ചെയ്യാറുണ്ട്. വിഷമകരമായിട്ടുള്ള ഞാൻ മിക്കവാറും അത് പോസിറ്റീവായിട്ട് എടുക്കാറുണ്ട്. വെരി നൈസ്, വെരി ഗുഡ്. അങ്ങനെയാണ് വേണ്ടത്. അതെ. പിന്നെ കുറച്ച് വിഷമമെന്ന് വെച്ചാല് ഒരു ചേട്ടൻ കമന്റ് ചെയ്തു, അതായത് ദൂരെ അന്ന് നാടോടി സിനിമയിലെ ദൂരെ 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 പാറും വാനമ്പാടി എന്ന് പാട്ട് പാടി. അപ്പൊ റീൽസിൽ വന്നപ്പോൾ ഇത്ര സിമ്പിൾ പാട്ടല്ല, അതൊക്കെ എന്തിനാ ക്വാർട്ടർ ഫൈനൽ സ്റ്റേജിലൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് സിമ്പിളേ അല്ല. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ആടിത്തുള്ളാനൊക്കെ തോന്നും പാട്ട്. പക്ഷെ ഭയങ്കര ടഫാ പാട്ട്. കാരണം അനുപല്ലവി വേണ ചരണമായിട്ടും പാടിപ്പോവും, ചിലപ്പോൾ ചരണം അനുപല്ലവിയായിട്ടും പാടിപ്പോവും. തിരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലുള്ള പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു സൂപ്പർ സ്റ്റാറിൽ കുറച്ച് ടെൻഷനോട് കൂടി പാട്ട് പാടിയ അതായിരിക്കും മിക്കവാറും. കാരണം ടങ് ട്വിസ്റ്റേഴ്സും ഉണ്ട് അതിന്റെ ഇടയ്ക്ക്.
അപ്പോൾ അത് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള പാട്ടായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരു പാട്ടും സിമ്പിൾ അല്ല. കേൾക്കുമ്പോ തോന്നുന്നു സിമ്പിൾ ആണുള്ളത്. അങ്ങനെ ഒരു പാട്ടും സിമ്പിൾ അല്ല. അതോ അതിന്റെ ജോണറിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഒരു മെലഡി പാട്ടായാലും ഇപ്പോൾ കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി ടെക്നിക്കലായിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര സിമ്പിളാ. അതെ, പക്ഷെ അതിന്റെ ഫീല് അത് അത്രയും ഉണ്ട്. ഇമോഷൻസ് അത്രയല്ല. അപ്പൊ അത് ഒരു പാട്ടും അങ്ങനെ സിമ്പിൾ ആയിട്ട് എടുക്കാൻ പാടില്ല. അത് മാത്രല്ല, ഭാവിയാമ്മയ്ക്ക് ഇത്ര സിമ്പിൾ ആയിട്ട് പാടിയ ആൾക്ക് ഇത് അത് കേൾക്കണവർക്ക് അത് അറിയാലോ എങ്ങനെയാന്നുള്ളത്. ഓരോ ജോണറിലും അതിനായിട്ട് നമ്മൾ മാക്സിമം ആ ജോണറിലായിട്ട് നമ്മള് ആ ജോണറിലെ അങ്ങനത്തെ പാട്ടുകൾ കുറെ പാടിയിട്ടുണ്ട് എന്ന രീതിയിലായിരിക്കണം നമ്മള്. അതൊക്കെ സ്റ്റാർട്ടിങ് സമയത്ത് വന്നിട്ടുള്ള എടുത്തിട്ടുള്ള പാട്ടാണോ അത്? അല്ല, അത് ക്വാർട്ടർ ഫൈനൽ. പക്ഷെ ആ സമയത്ത് ലിറിക്സ് ഒന്നും തെറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ കമന്റ് വന്നു സിമ്പിൾ പാട്ടല്ലേ ഇതൊക്കെ എന്തിനാ ഈ സമയത്ത്. ക്വാർട്ടർ ഫൈനലിൽ ഇത് എന്തിനാ സിമ്പിൾ പാട്ട് എടുത്തത്? പക്ഷെ സിമ്പിൾ അല്ല. അത് ആ സമയത്ത് ഒരു 5 റൗണ്ട് ഉണ്ടായിരുന്നു. അതില് ഓരോ ജോണറിലായിരുന്നു ആ 5 പാട്ടുകളും. അപ്പോ ഇത് പാട്ട് സിമ്പിൾ അല്ല. അതെ അതെ, സിമ്പിൾ അല്ല. കേൾക്കുമ്പോ അത് സിമ്പിൾ ആയിട്ട് തോന്നും. ആ കമന്റ്സ് ആണ് വന്നത്. അത് പക്ഷെ നമുക്ക് അതിനെ മാറ്റിയിട്ട് പോസിറ്റീവ് ആക്കി എടുക്കാമല്ലോ. ഏതൊരു നെഗറ്റീവ് കമന്റും നമുക്ക് അത്രയും നന്നാക്കി പാടാൻ വേണ്ടിയിട്ടാണല്ലോ അങ്ങനെ പറയണത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരാവുന്നതല്ല. നമുക്കിനി ഒരു നല്ലൊരു ഇഷ്ടമുള്ളൊരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഈ പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. ഇഷ്ടമുള്ള മോന് ഇഷ്ടമുള്ള ഒരു പാട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് പാടാന്ന്. ഡെഡിക്കേറ്റഡ് ടു യുവർ ഫ്രണ്ട്സ്. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. സുഗന്ധം മായല്ലേ മരന്തം തീരല്ലേ കേടാതെ നാളമേ നാളമേ ആളൂ നീ. നിലാമലരെ നിലാമലരെ പ്രഭാകിരണൻ വരാറായി. ശരിക്കും പക്ഷെ എന്റെ ഒരു ഭയങ്കര എന്റെ ഫേവറേറ്റ് സോങ് ആണിത്, ഡയമണ്ട് നെക്ലേസിൽ അല്ലേ. എല്ലാ പാട്ടും നല്ല നല്ല പാട്ടുകളാണ്. തൊട്ട് എന്നുള്ള പാട്ടൊക്കെ. അതെ അതെ അതെ, വിദ്യാജിയുടെ പാട്ട്. എന്റെ പ്ലേലിസ്റ്റിന് മിക്ക പാട്ടുകളും വിദ്യാജി ആണോ? ഏറ്റവും കൂടുതൽ പ്ലേലിസ്റ്റുള്ള പാട്ടുകൾ ഏതൊക്കെയാ? വിദ്യാജിയുടെ പാട്ടാണല്ലേ ഏറ്റവും കൂടുതൽ? അതെ, വിദ്യാജിയുടെ പാട്ടുകളുണ്ട്, പിന്നെ റഹ്മാൻ സാറിന്റെ പാട്ടുകളുണ്ട്. കുറെ മിക്കവാറും എല്ലാവരുടെ. റഹ്മാൻ സാറിന്റെ ഏതാണ് ഇഷ്ടമുള്ള പാട്ട്? ഇഷ്ടമുള്ള പാട്ടെന്ന് പറയാൻ പറ്റില്ല. ശരിയാ, എല്ലാ പാട്ടും ഇഷ്ടമാണ്. കുറെ ഉണ്ട് സാറിന്റെ പ്ലേലിസ്റ്റിൽ. ഇപ്പം എന്തെങ്കിലുമൊക്കെ ഒരു മൂഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ ഇത് പാട്ട് കേൾക്കാനാണ് ഇഷ്ടം? കച്ചേരിയാണോ അതോ? കച്ചേരി കേൾക്കണവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ കേൾക്കാറില്ല. ഞാൻ കുറച്ച് അങ്ങനെ മൂഡ് ഔട്ട് ആവുന്നു ആവാറില്ല. ഇല്ല, എപ്പോഴും പ്ലസന്റ് ആയിട്ട് തന്നെയാണ്. അത് വളരെ നല്ലൊരു കാര്യം കൂടിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. ഒരുപാട് നേരം ഒരുപാട് കാര്യങ്ങളും പാട്ടുവിശേഷങ്ങളും നമ്മൾ ഇവിടെ പറഞ്ഞു. എന്താ പറയുക, ഇനി ഫ്യൂച്ചറിൽ അപ്പോൾ വലിയൊരു സിംഗർ, വലിയൊരു പ്ലേ ബാക്ക് സിംഗറും ഒരു മ്യൂസിക് കമ്പോസർ ആവട്ടെ. ഒരുപാട് നല്ല നല്ല പാട്ടുകൾ പാടാനും കേൾക്കാനും ദൈവം ഞങ്ങൾക്ക് അവസരം തരട്ടെ വിചാരിക്കണം. താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദി എനിക്ക് ഇതുപോലത്തെ ഒരു പേര് തന്നതിന്. പിന്നെ എന്താ, എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് ടൈറ്റിൽ വിന്നർ ആയതിനു ശേഷമുള്ള. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇതുപോലെ എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റിയതിൽ അങ്ങനെ താങ്ക് യു. ഓക്കെ, താങ്ക് യു.